തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ്. ഹെയറിൻ്റെ സെൻറ്റർ പ്രാക്ടീസ് എടുക്കാം. ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് മുടി എടുക്കാം. നമുക്ക് ഇപ്പുറത്തുനിന്ന് കുറച്ച് മുടി എടുക്കാം. എത്രയാണോ അത്ര എടുക്കാം. എനിക്ക് വേണം ഇങ്ങനെ എടുത്ത് കറക്റ്റാണ്. പാർട്ടീഷൻസ് ഒക്കെ വേണം കേട്ടോ. ഒന്നുകൂടെ അത് ശരിക്കും ഇങ്ങനെ നമുക്ക് എന്ത് ചരിച്ചിടാം. ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഇവിടെ ആ ഒരു റേഞ്ചുകൾ, ഇവിടെ ആ റേഞ്ചിലാണ്. ഒന്ന് പിന്നി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് പിന്നിയിട്ട് ഇങ്ങനെ ഇടാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ബാക്കി നമുക്ക് ഒരു എടുത്ത് നമുക്ക് പഫ് വെട്ടാം. ഇങ്ങനെ എടുത്തിട്ട് ഒരു പഫ് വെട്ടുന്ന ഒരു സ്റ്റൈൽ വേണം നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ ചുറ്റിയ ശേഷം ഇങ്ങനെ പൊക്കാം. ചുറ്റിയ ശേഷം ഇങ്ങനെ പൊക്കാം. ഇങ്ങനെ ഹമ്പ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനധികം ഇങ്ങനെ വെക്കാം. അപ്പോൾ എനിക്കൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചീവിൽ വെച്ച് ഇങ്ങനെ 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 വരുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് സ്ലൈഡ് ടിക് ടാക്കിലൊക്കെ വീട്ടിലുള്ളവർ ഉറപ്പായിട്ട് എടുത്തുകൊണ്ട് വരിക. പഫ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോണിറ്റെയിൽ കെട്ടാതിരിക്കും. പഫ് കിട്ടുന്നതിന് ഒരു പോണിറ്റെയിലാണ് കെട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ ശരിയാക്കാം. ഓക്കെ, ഇങ്ങനെ വേണം. ഇനി നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ടിക് ടാക്ക് കൊടുക്കാം. നമുക്ക് ഹെയർ എത്രത്തോളം സെക്യൂർ ആകുന്നു അത്ര അനുസരിച്ച് കെട്ടിക്കൊടുക്കാം. നമുക്ക് രണ്ടെണ്ണം കുത്തിയാലൊന്നും പോരാ, 4 കുത്തുമ്പോൾ നിറച്ച് കുത്തണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ചെയ്യേണ്ടത് പോണിറ്റെയിൽ കെട്ടും. ഒന്ന് താഴെ കെട്ടിക്കൊടുക്കാം. കെട്ടുന്നതിന് പിന്നെ ചുമ്മാ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ശരിക്കും കെട്ടുന്നില്ല, ഒരു സംഭവം ഇട്ടിട്ട് നമുക്ക് ബാക്കി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കാം. അല്ല, നമുക്ക് നമുക്ക് മുടി കെട്ടി വെക്കണം. പോണിറ്റെയിൽ കെട്ടാത്തവർക്ക് അഴിച്ചിട്ടാലും മതി. നമുക്ക് എന്തെങ്കിലും ഈ പഫ് കൂടെ അങ്ങ് വെക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, വെഡ്ഡിങ് ലുക്കിലൊക്കെ പോവാം. ഇത് വരും. ഞാൻ ഇൻസ്പയർഡ് ആയിട്ടൊന്നും ചെയ്യില്ല. എനിക്കറിയാമെന്ന് ഞാൻ കരുമുടിയെ പരീക്ഷിക്കുന്നൊന്നാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സെൻട്രൽ പാർട്ടീസ് അല്ലെങ്കിൽ വേറെ പാർട്ടീസ് നമുക്ക് ഇങ്ങനെ അല്ലാത്ത സ്ലൈഡിങ് ഇതെങ്ങനെ ദാ ഇങ്ങോട്ടാണ് ഒന്ന് സ്ലൈഡ്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കൊള്ളാത്ത ആയപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എഴുതപ്പോൾ ഇങ്ങനെ നമുക്കിനി സെൻട്രൽ പാർട്ടി ഇഷ്ടമല്ലാതെ നമുക്ക് അല്ലാതെ എടുക്കാം. അപ്പം എനിക്ക് ചെയ്യുന്നുണ്ടാകുന്നില്ല. അപ്പോഴത്തേക്ക് ഞാനത് മാറ്റി ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇവിടെ എടുത്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ ഇതുപോലെ സ്ലൈഡ് ഇവിടെ
കണ്ടീഷനിലായിരുന്നു. എടുത്ത മുടിയുന്ന കുറച്ച് പേര് അപ്പം അത് നമുക്ക് മുടി അഴിച്ചു കൊടുക്കാം. മോണിറ്റർ കിട്ടും അഴിച്ചു കൊടുക്കാം. നമുക്കിതാ അടുത്ത സ്ലൈഡ് എനിക്ക് ഇങ്ങനെ ലുക്ക് കിട്ടും. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്കിത് കെട്ടി വെച്ചാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതൊക്കെ നല്ല. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചീപ്പൊന്നും വേണ്ട. മുടി കെട്ടത് എടുക്കുന്നു, പെർഫെക്റ്റ് ആണോ നോക്കുന്നു, എടുത്ത് കെട്ടുക. അത്ര കെട്ടാനൊരു ബുഷ്. ഇനിയിപ്പോൾ റെഡാണ് എടുത്തേക്കുന്നത്. ലോവറാണ് കിട്ടുന്നത്. ഹൈ പോണിറ്റെയിൽ കെട്ടുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കെട്ടാൻ പറ്റുള്ളൂ. നല്ല കുറച്ചുപോലെ കാണണം, അപ്പായ കാണണം, അമ്മച്ചി കാണണം. ഇങ്ങനെ നമുക്ക് ബാങ്ക്സും കൂടി എടുക്കും. എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്. എൻ്റെ മാമൻ്റെ ഒരു ഹൗസ് വാമിങ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ഗെറ്റൊന്നുമല്ല കേട്ടോ. നമ്മൾ അതിന് വേണ്ടി തലേദിവസം നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ സ്റ്റാൻഡാണ്. പുതിയ സ്റ്റാൻഡല്ല, സ്റ്റാൻഡൊന്നുമല്ല. അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെടുകയും കമൻറ്റ് ബിലോ.